ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാൻ. നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഇന്ന് എന്തെങ്കിലും കാര്യത്തിന് പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ് എങ്കിൽ അതിൽ തടസ്സം വരിക. അതായത് എന്തോ നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്, പക്ഷെ അതിൽ ഒബ്സ്റ്റിക്കൽസ് വന്ന് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റാതെ ആവുക, തടസ്സം വരിക. അതായത് എന്തെങ്കിലും ഇൻ്റർവ്യൂ ഇല്ല എങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളിന്ന് പോകുന്നത് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോമ്പറ്റീഷനാണോ, പ്രസൻറ്റേഷനാണോ, പ്രൊജക്റ്റാണോ, എന്തായാലും ഇന്ന് ഒരു തടസ്സം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവുന്നതായിട്ട്, വയറുവേദന, തലവേദന, വൊമിറ്റിങ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇന്ന് എന്താണോ കാര്യം അതിൻ്റെ ഡേറ്റ് ഇന്ന് നിങ്ങൾ മറന്നു പോവുക, അങ്ങനെ സംഭവിക്കാൻ പോകുന്നു. ഇന്ന് പ്രധാനമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും, പക്ഷേ നിങ്ങൾ അത് മറന്നു പോകുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇന്ന് എന്തോ ഒരു നെഗറ്റിവിറ്റി നിങ്ങൾക്കുണ്ടാവുന്നതായിട്ട്, അതായത് എന്തോ ഒരു നെഗറ്റീവായിട്ടുള്ള ആ ഒരു എനർജി നിങ്ങളെ ഇന്ന് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. പക്ഷേ നിങ്ങൾ അതിൽ കീഴ്പ്പെട്ടു പോകരുത്. നിങ്ങൾ ബാലൻസിലായിട്ട് തന്നെ ഇരിക്കുക. ഇന്ന് സമയം കിട്ടുമെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുക. അതായത് നെഗറ്റീവ് എനർജി തോന്നുന്ന സമയം നിങ്ങൾ ഏത് കാര്യം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പോസിറ്റീവ് ഫീൽ ആകുന്ന ആ കാര്യം ഉടനെ ചെയ്യുക. പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് റിലാക്സ് കിട്ടുമെങ്കിൽ പാട്ട് കേൾക്കുക. ചെടികളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുമ്പോഴോ, നേച്ചറുമായിട്ട്, അല്ല ഒന്നുമില്ലെങ്കിൽ തറയിൽ, മണ്ണുള്ള തറയിൽ കാലിൽ ചെരുപ്പിടാതെ നടക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ആ നെഗറ്റിവിറ്റി റിമൂവ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക. ഇന്നത്തെ ദിവസം വീട്ടിൽ നിങ്ങൾ ഹോളിഡേ ആയിട്ട് നിൽക്കുന്നുണ്ട്, ഓഫീസിലൊന്നും പോകണ്ട എങ്കിൽ പോലും ഇന്നത്തെ ദിവസം മുഴുവൻ പോയാലും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ആ ഒരു മൂഡില്ലാത്തൊരവസ്ഥ, അതായത് ഒരു ദിവസം മുഴുവനും പോയല്ലോ, ഞാനൊന്നും തന്നെ ചെയ്തില്ലല്ലോ ഇതുവരെയും, ചുമ്മാ കിടന്നും ഇരുന്നും എല്ലാം സമയം കളഞ്ഞല്ലോ ഞാനെന്ന് തോന്നും നിങ്ങൾക്കപ്പോൾ. ഇവിടെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഹേറ്റിക്കായിട്ടുള്ള ഷെഡ്യൂളായിട്ട് തോന്നി ഇന്നത്തെ ദിവസം. അതായത് ഒന്നിനും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ. ഇവിടെ മിക്കവാറും ആൾക്കാർ ഇന്നത്തെ ദിവസം പുറമേ ഭയങ്കര ഹാർഡായിട്ടുള്ള ബിഹേവ് ചെയ്യുകയും ഉള്ളിൻ്റെ ഉള്ളിൽ സോഫ്റ്റായിട്ടുള്ള ബിഹേവ് ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്ന നിങ്ങൾ ഭയങ്കര ഗൗരവമുള്ള ആളായിട്ട് ആണ്, പക്ഷേ നിങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിൽ സോഫ്റ്റാണെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെയായിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾ കാണിക്കുക എല്ലാവരോടും. ഇവിടെ കരിയർ വൈസ് നോക്കുകയാണ് എങ്കിൽ കുഴപ്പമില്ല. നല്ല ഒരു റിലാക്സ് ആയിട്ടുള്ള ആ ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. കുറച്ച് ഹെയ്റ്റിക്കായിട്ടാണ് തോന്നുന്നത്. അല്ലാതെ വേറെ കരിയർ റിലേറ്റഡ് ആയിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഇന്ന് കോൾ ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ വളരെ ചെറിയ രീതിയിൽ സംസാരിച്ചാൽ പോലും നിങ്ങൾക്ക് ഇന്ന് അത് മതി ഒന്ന് റിലാക്സേഷൻ ഫീലാകാൻ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ ഭാഗത്തുനിന്നൊരു കോളോ മെസ്സേജോ വന്നാൽ നിങ്ങൾ അത്രമാത്രം റിലാക്സ് ആവും ഇന്നത്തെ ദിവസം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ എനർജി നോക്കുകയാണെങ്കിൽ വളരെ നല്ലതാണെന്നും പറയാൻ പറ്റത്തില്ല, എന്നാൽ വളരെ മോശമാണെന്നും പറയാൻ പറ്റത്തില്ല. ആ ഒരു എനർജി ആയിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക്. ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കുമ്പോൾ ലവ് ലൈഫിൽ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും ഇടയിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇല്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പുറത്ത് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ കൂടുതലായിട്ടും തേർഡ് പാർട്ടി നിങ്ങൾക്കിടയിൽ നിന്ന് റിലീസായി പോയി എന്നാണ് ഇവിടെ കൂടുതലും എനർജി പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക. എപ്പോൾ വേണമെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ റിലീസായി പോകും. ഇവിടെ നിങ്ങൾ വിചാരിക്കുകയാണ് എൻ്റെ പേഴ്സൺ എത്രയും പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നെങ്കിൽ, എനിക്കൊരു സോളിഡായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് തന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരികയും സോളിഡായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. കാരണം ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങൾക്കിടയിൽ ഒബ്സ്റ്റിക്കൽസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാവുമല്ലോ, ഈ ഒരു തേർഡ് പാർട്ടി ഭയങ്കര പ്രശ്നമാണല്ലോ, നമ്മൾ എങ്ങനെയെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിപ്പിച്ചേ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ സഹിയിട്ട് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവസാനിപ്പിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ആരുടെയൊക്കെ പേഴ്സണാണോ നിങ്ങളുമായിട്ട് സെപ്പറേഷനിലിരിക്കുന്നത്, അതായത് മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അൺമാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും അങ്ങനെയുള്ള ആൾക്കാരുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു.
ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ആ ഒരു എനർജി നോക്കുകയാണെങ്കിൽ കുറച്ച് ടഫായിട്ടുള്ള എനർജിയാണ്. അതായത് ഇവർക്ക് ഇവരുടെ തന്നെ പാർട്ട്ണറിൻ്റെ കയ്യിൽ നിന്ന് ചതി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു, ട്രിഗർ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഞാൻ പാർട്ട്ണർ എന്ന് ഉദ്ദേശിച്ചത് ബിസിനസ് പാർട്ട്ണറാണ്. ബിസിനസ് പാർട്ട്ണർ ചിലപ്പോൾ ഇവരെ ചതിക്കയില്ല എങ്കിൽ എന്തെങ്കിലും വിലപ്പെട്ട ഡോക്യുമെൻ്റ് ഇവർക്ക് നഷ്ടമാകുക, അല്ലെങ്കിൽ മോഷ്ടിക്കുക, അത് അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നു. ഇതല്ല എങ്കിൽ ഇവരുടെ എന്തെങ്കിലും കള്ളത്തനം ഇവർ ആരോടെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കള്ളം മറ്റൊരാൾ കണ്ടുപിടിച്ച് അത് പുറത്ത് കൊണ്ടുവരികയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇല്ല എങ്കിൽ ഇവർ തന്നെ സ്വയം പറയുന്നതായിട്ട് ഞാൻ നിങ്ങളോട് ഈ രീതിയിലൊരു കള്ളം പറഞ്ഞു, എന്നോട് ക്ഷമിക്കണമെന്ന് ഇവർ തന്നെ പറയുന്നതായിട്ടുള്ള ആ ഒരു എനർജിയും കാണാൻ സാധിക്കുന്നു. ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഇവരുടെ ഓൾഡ് ഫ്രണ്ടിൻ്റെ കൂടെ ഇവർ ഇന്നത്തെ ദിവസം സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവർക്ക് വളരെ കുഴപ്പമില്ലാതെ പോകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ചെറിയ രീതിയിൽ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാതെ വളരെ പോസിറ്റീവ് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സണുള്ളത്. ഇന്നലത്തെയും കാട്ടി നല്ല പോസിറ്റീവ് എനർജിയിലാണ് ഇന്ന് നിങ്ങളുടെ പേഴ്സണുള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.